ഒരേ ദിവസം തന്നെ ഒരുപാട് കല്യാണങ്ങൾ, അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇത് യൂട്യൂബിൻ്റെ ഒരു 30 സെക്കൻഡ് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള നയിപ്പുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ. ഇതാണ് നമ്മളെ ചെക്കൻ, പുതുക്കോട്ടയിലെ പുതുമണവാളെ അല്ല, പുതുക്കുടിയിലെ പുതുമണവാളെ. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കൂടി ഉണ്ട്. അപ്പോൾ അവൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് കൊടുക്കാൻ പോകുന്നൊരു ചടങ്ങ്. അത് ഫ്രണ്ട്സ് മാത്രമേ പോയിട്ടുള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. ഈ കൈ മറ്റൊരു കയ്യിൽ ഏൽപ്പിക്കാതെ ഇതിപ്പോ കൂട്ടൂരാറില്ലേ. മെയിൻ മറ്റേത് ചൂടുന്ന പറക്കവിടെ ഈ പരിപാടിനെ പറ്റി എന്താ പറയാള്? പരിപാടി തന്നെ വളരെ മനോഹരമാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മനോഹരമായിരിക്കും. എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോ. വന്നി കുഞ്ഞിന്റെ സ്വന്തം കുഞ്ഞാണ്. ഡാൻസ് കളിക്കാം. ജാലിൻ ജോസിന്റെ ഡാൻസ് കളിക്കും. ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച അമരക്കാരൻ അവനാട്ടോ. പള്ളി കമ്മിറ്റി ആരെങ്കിലും കാണണമെങ്കിൽ ഇവനാണ്. ഇവനാണ് ഇതിന്റെ തെളുങ്ങുള്ളോ. തുടക്കാരനായി പോയില്ലേ. നേരം വെളുത്തു. ഇനി അങ്ങോട്ട് ടോർച്ചർ 5 ഓഡിറ്റോറിയത്തിൽ നിന്ന് പരിപാടികളുണ്ട്. തൂരിൽ ഓഡിറ്റോറിയം, മേലാറ്റൂർ 2 ഓഡിറ്റോറിയത്തിൽ, പാണ്ടിക്കാട് ഓഡിറ്റോറിയത്തിൽ, വെള്ളാങ്ങാട് ഓഡിറ്റോറിയത്തിൽ. ഏതായാലും പഴയ ഓർമ്മകൾ വാർത്തെടുക്കാം. ഏതായാലും ഓർമ്മകളോടുണ്ട്. എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഷെഫീക്കിനും 1000 കല്യാണാശംസ നേരുന്നു. അപ്പോൾ ഇന്നും നേരിട്ട് അവർ വെച്ച് കാണാം. ഒരു പാട്ട് ആൾക്കാർ ഒപ്പം വന്നിട്ട് 2 ആൾക്കാർ പ്രായത്തിന്റെ പരിഗണന കൊടുത്ത് ഇരുത്തിക്കളായിരുന്നു. 30 കഴിഞ്ഞവർക്കൊക്കെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വരെ ഇരിക്കാണ്ട്. സബീറ പ്രായമല്ല പരിഗണിച്ചാണ് വിഷയം കണ്ട. എടാ ചോറ് കിട്ടി കേട്ടോ. ഇതെന്താ സംഭവം? എടാ ഇതെന്താ പസല? ഇതെന്താ ജീനാന്റെ എന്ത് സംഭവം? എന്താണിത്? സമയക്കുറവുകൊണ്ടാണ്. വേറെ ഒരുപാട് പരിപാടികൾ നിരന്ന് കിടക്കില്ല നമുക്ക്.
അവിടുന്ന് ഒരു അടുത്ത ഓടിച്ചെടുത്ത് പോകാൻ വണ്ടി ഉണ്ടായില്ല. അപ്പോൾ ബസ്സിന് പോകാൻ തീരുമാനിച്ചു. ഇവിടുന്ന് അടുത്തൊരു ഓടിച്ചോടത്തേക്ക് പോയപ്പോൾ ഞങ്ങൾ ഷെഫീഖിൻ്റെ എല്ലാത്തിനും ഓടിച്ചോടത്തേക്ക് പോയപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിക്കണു. എവിടെയോ ടൈം മാനേജ്മെൻറ്റ് തെറ്റിയിരിക്കണ്. ആ കല്യാണം മിസ്സായതിൻ്റെ ടെൻഷൻ പിറ്റേന്ന് രാവിലെയും പോയിട്ടില്ല. ഇനി അടുത്ത കല്യാണത്തിന് നോക്കാം.